പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധപ്രതീതി ഉണർത്തിക്കൊണ്ട് ഗൾഫ് മേഖലയിൽ കടുത്ത സൈനിക പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു നാളുകളായി നിലനിന്നിരുന്ന താൽക്കാലിക വെടിനിർത്തലിനെ പൂർണ്ണമായി തകിടമറിക്കുന്ന തരത്തിലുള്ള പുതിയ സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി അമേരിക്കൻ സൈന്യം ശക്തമായ വ്യോമാക്രമണം നടത്തിയെന്ന ഔദ്യോഗിക പ്രഖ്യാപനം മേഖലയെ വീണ്ടും അസ്ഥിരതയുടെ നിഴലിലാക്കി കഴിഞ്ഞു. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ കടുത്ത പ്രകോപനങ്ങൾക്കുള്ള മറുപടിയാണ് ഈ നീക്കമെന്നാണ് വാഷിംഗ്ടൺ വ്യക്തമാക്കുന്നത്. അമേരിക്കൻ സൈന്യത്തിന്റെ മിഡിൽ ഈസ്റ്റ് ചുമതലയുള്ള സെൻട്രൽ കമാൻഡാണ് ആക്രമണം സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത്. അന്താരാഷ്ട്ര വ്യോമാതിർത്തിയിലൂടെ പറക്കുകയായിരുന്ന അമേരിക്കയുടെ അത്യാധുനിക MQ-1 ഡ്രോൺ ഇറാൻ വെടിവെച്ചിട്ടതാണ് പുതിയ സംഘർഷങ്ങൾക്ക് അടിയന്തര കാരണമായി US ചൂണ്ടിക്കാണിക്കുന്നത്. തങ്ങളുടെ നിരീക്ഷണ ഡ്രോണിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും തങ്ങളുടെ സൈനിക ആസ്തികൾക്ക് നേരെയുള്ള ഇത്തരം വെല്ലുവിളികൾ വെറുതെ വിട്ടുകളയാൻ സാധിക്കില്ലെന്നും അമേരിക്കൻ സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ഡ്രോൺ തകർത്തതിന് തൊട്ടു പിന്നാലെ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി കുതിച്ചുയരുകയായിരുന്നു. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും ഡ്രോൺ നിയന്ത്രണ കേന്ദ്രങ്ങളെയുമാണ് അമേരിക്ക പ്രധാനമായും ലക്ഷ്യമിട്ടത്. അതിവേഗത്തിൽ നടത്തിയ ആസൂത്രിതമായ ഈ വ്യോമാക്രമണത്തിലൂടെ ഇറാന്റെ തിരിച്ചടിക്കാനുള്ള ശേഷിയെ ദുർബലപ്പെടുത്തുകയാണ് അമേരിക്ക ലക്ഷ്യപ്പെട്ടത്. മേഖലയിലെ അന്താരാഷ്ട്ര കപ്പൽ ചാലുകൾക്ക് ഭീഷണിയാകാൻ സാധ്യതയുള്ള ഇറാന്റെ 2 ആത്മഹത്യാ ഡ്രോണുകളെയും അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ഈ ഓപ്പറേഷനിലൂടെ തകർത്തതായാണ് വിവരം. അമേരിക്കൻ ആക്രമണത്തിൽ ഇറാന്റെ ഡ്രോൺ ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷനുകൾക്ക് കടുത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഡ്രോണുകൾ വിക്ഷേപിക്കാനും നിയന്ത്രിക്കാനും ഉപയോഗിക്കുന്ന ഈ കേന്ദ്രങ്ങൾ തകർത്തതിലൂടെ ഇറാന്റെ ഡ്രോൺ ശൃംഖലയ്ക്ക് വലിയൊരു തിരിച്ചടിയാണ് അമേരിക്ക നൽകിയിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ കടൽ മാർഗമുള്ള വ്യാപാരത്തെയും സുരക്ഷയെയും മുൻനിർത്തിയാണ് തങ്ങൾ ഈ മുൻകരുതൽ നടപടി സ്വീകരിച്ചതെന്ന് സെൻട്രൽ കമാൻഡ് പ്രസ്താവനയിലൂടെ വിശദീകരിക്കുന്നുണ്ട്. ഈ കടുത്ത സൈനിക നീക്കത്തിനിടയിലും തങ്ങളുടെ ഭാഗത്ത് യാതൊരുവിധ ജീവഹാനിയോ പരിക്കുകളോ സംഭവിച്ചിട്ടില്ലെന്ന് അമേരിക്കൻ സൈന്യം ആശ്വാസത്തോടെ കൂട്ടിച്ചേർക്കുന്നു. തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഈ സൈനിക നടപടി പൂർണ്ണമായും വിജയകരമായിരുന്നുവെന്നും തങ്ങളുടെ ലക്ഷ്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കാൻ സാധിച്ചുവെന്നുമാണ് US സൈനിക വക്താക്കൾ അവകാശപ്പെടുന്നത്. എന്നാൽ ഈ ആക്രമണം മേഖലയിലെ സമാധാന ചർച്ചകളെ എത്രത്തോളം ബാധിക്കുമെന്ന കാര്യത്തിൽ വലിയ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. മാസങ്ങളായി തുടരുന്ന അനിശ്ചിതത്വങ്ങൾക്കും നയതന്ത്ര ചർച്ചകൾക്കും ഒടുവിലുണ്ടായ താൽക്കാലിക വെടിനിർത്തൽ എത്രത്തോളം ദുർബലമാണെന്നാണ് ഈ പുതിയ സംഭവവികാസം തെളിയിക്കുന്നത്. സമാധാന ഉടമ്പടിക്ക് വേണ്ടിയുള്ള ചർച്ചകൾ അണിയറയിൽ നടക്കുമ്പോഴും ഇരു രാജ്യങ്ങളുടെയും സൈന്യം അതിർത്തികളിൽ അതീവ ജാഗ്രതയിലായിരുന്നു. നേരിയൊരു പ്രകോപനം പോലും വലിയൊരു സൈനിക ഏറ്റുമുട്ടലിലേക്ക് നയിക്കാൻ പാകത്തിലുള്ള വെടിമരുന്നിന്റെ പുറത്താണ് ഗൾഫ് മേഖല ഇപ്പോൾ നിലകൊള്ളുന്നത്. തങ്ങളുടെ താല്പര്യങ്ങളും സൈനിക ആസ്തികളും സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോകാനും മടിക്കില്ലെന്ന കർശനമായ സന്ദേശമാണ് അമേരിക്ക ഈ ആക്രമണത്തിലൂടെ നൽകിയിരിക്കുന്നത്. താൽക്കാലിക വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും തങ്ങൾക്കെതിരെയുള്ള നീക്കങ്ങളെ വെച്ചുപൊറുപ്പിക്കില്ലെന്ന് വാഷിംഗ്ടൺ അടിവരയിടുന്നു. പ്രകോപനങ്ങൾ തുടർന്നാൽ ഇതിലും ശക്തമായ തിരിച്ചടികൾ ഇറാന് നേരിടേണ്ടി വരുമെന്ന ഭീഷണിയും അമേരിക്കൻ സൈനിക വൃത്തങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ പുതിയ ഏറ്റുമുട്ടൽ കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമായി ഒതുങ്ങുന്ന ഒന്നല്ല. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയതും തന്ത്രപ്രധാനവുമായ കപ്പൽ ചാലുകൾ കടന്നുപോകുന്ന ഗൾഫ് മേഖലയിലെ സമുദ്ര സുരക്ഷയെ ഇത് നേരിട്ട് ബാധിക്കും. ആഗോളതലത്തിലുള്ള എണ്ണ വ്യാപാരത്തിന്റെ സുഗമമായ ഒഴുക്കിന് ഈ മേഖലയിലെ സമാധാനം അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര സമൂഹവും ആഗോള വിപണിയും അതീവ ആശങ്കയോടെയാണ് ഈ വാർത്തകളെ നോക്കിക്കാണുന്നത്. സമുദ്രമാർഗമുള്ള ചരക്ക് കടത്തുകൾക്ക് ഭീഷണിയാകുന്ന രീതിയിൽ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന നീക്കങ്ങളെ പ്രതിരോധിക്കുക എന്നത് തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നാണ് അമേരിക്ക വ്യക്തമാക്കുന്നത്. വാണിജ്യ കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര നിയമങ്ങൾ അനുശാസിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ തുടരുമെന്നും US സൈന്യം വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ അമേരിക്കയുടെ ഈ ഏകപക്ഷീയമായ സൈനിക ഇടപെടലുകൾ മേഖലയിലെ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കാനേ ഉപകരിക്കൂ എന്നാണ് നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നത്. അമേരിക്കയുടെ ഈ വ്യോമാക്രമണത്തോട് ഇറാൻ എങ്ങനെ പ്രതികരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും പശ്ചിമേഷ്യയുടെ വരും ദിവസങ്ങളിലെ ഭാവി.
തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായിട്ടായിരിക്കും ഇറാൻ ഈ വ്യോമാക്രമണത്തെ കാണുക. ഇതിനു പകരമായി അമേരിക്കൻ കേന്ദ്രങ്ങൾക്കോ അല്ലെങ്കിൽ മേഖലയിലെ അവരുടെ സഖ്യകക്ഷികൾക്കോ നേരെ ഇറാൻ തിരിച്ചടിക്ക് മുതിർന്നാൽ അത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കും. ഒരുപക്ഷെ ഇത് നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് വഴിമാറിയേക്കാം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ പൂർണ്ണമായും വഷളായ ഒരു സാഹചര്യത്തിലാണ് ഈ പുതിയ സൈനിക മുഖാമുഖം ഉണ്ടായിരിക്കുന്നത്. സമാധാന ചർച്ചകൾക്ക് വേണ്ടി നയതന്ത്ര ചാനലുകൾ സജീവമായിരിക്കുന്ന സമയത്തുണ്ടാകുന്ന ഇത്തരം ആക്രമണങ്ങൾ ചർച്ചകളുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. പരസ്പരമുള്ള അവിശ്വാസം ഇത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന ഈ സംഭവങ്ങൾ അടിവരയിടുന്നു. ഗൾഫ് മേഖലയിലെ സുരക്ഷാ ക്രമീകരണങ്ങളെയും സമുദ്ര ഗതാഗതത്തെയും ഈ സംഘർഷം തകിടം മറിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. വാണിജ്യ കപ്പലുകൾ സുരക്ഷിതമല്ലാത്ത റൂട്ടുകളിലൂടെ യാത്ര ചെയ്യാൻ നിർബന്ധിതരാകുകയോ അല്ലെങ്കിൽ ഇൻഷുറൻസ് നിരക്കുകൾ കുത്തനെ ഉയരുകയോ ചെയ്യുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത ആഘാതമുണ്ടാക്കും. ഇതിനോടകം തന്നെ പല പ്രമുഖ കപ്പൽ കമ്പനികളും മേഖലയിലെ സുരക്ഷാ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. US സെൻട്രൽ കമാൻഡിന്റെ ഈ നടപടി മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെയും മാറ്റിമറിക്കാൻ പോകുന്നതാണ്. മേഖലയിലെ മറ്റ് രാജ്യങ്ങൾ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് നിർണായകമാണ്. അമേരിക്കയുടെ സഖ്യകക്ഷികൾ ഈ നീക്കത്തെ പിന്തുണയ്ക്കുമ്പോൾ ഇറാന്റെ സഖ്യകക്ഷികൾ ഇതിനെ ശക്തമായി അപലപിക്കാൻ സാധ്യതയുണ്ട്. ഇത് പശ്ചിമേഷ്യയിൽ പുതിയ ചേരിതിരിവുകൾക്ക് കാരണമായേക്കാം. അമേരിക്കൻ ഡ്രോൺ വെടിവെച്ചിട്ടതുമായി ബന്ധപ്പെട്ട ഇറാൻ ഔദ്യോഗികമായി എന്ത് വിശദീകരണമാണ് നൽകുക എന്നതും ശ്രദ്ധേയമാണ്. പലപ്പോഴും തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിക്കുന്ന വിദേശ വിമാനങ്ങളെ പ്രതിരോധിക്കുക മാത്രമാണ് തങ്ങൾ ചെയ്യുന്നതെന്നാണ് ഇറാന്റെ വാദം. എന്നാൽ അന്താരാഷ്ട്ര സമുദ്ര പരിധിക്ക് മുകളിലൂടെയുള്ള പറക്കലായിരുന്നു അതെന്ന US വാദത്തെ ഇറാൻ എങ്ങനെ നേരിടുമെന്ന് കണ്ടറിയണം. നയതന്ത്ര തലത്തിലുള്ള ഈ വാക്പോരും വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകും. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശീതയുദ്ധം വീണ്ടും ഒരു പരസ്യമായ സൈനിക ഏറ്റുമുട്ടലിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. താൽക്കാലികമായി ലഭിച്ച സമാധാനം ഇത്ര പെട്ടെന്ന് അവസാനിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. ഇരുവിഭാഗവും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും സൈനിക ബലപ്രയോഗത്തിലൂടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് പശ്ചിമേഷ്യയെ വീണ്ടും ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാക്കി മാറ്റിയിരിക്കുന്നു. വരും മണിക്കൂറുകളിലെ നീക്കങ്ങൾ ലോക സമാധാനത്തിന് തന്നെ നിർണായകമാണ്.